കമ്പനിയായ Naukri.comന്റെ പാരന്റ് കമ്പനി ഇൻഫോ എഡ്ജ് കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതായി അറിയിച്ചു. മെയ് 7 റെക്കോർഡ് ഡേറ്റായി തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11 സ്റ്റോക്ക് സ്പ്ലിറ്റിനുള്ള അനുമതി ലഭിച്ചത്. 10 രൂപ മുഖവിലയുള്ള ഓഹരിയെ 2 രൂപ മുഖവിലയുള്ള 5 ഓഹരികളായി സ്പ്ലിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ലിക്വിഡിറ്റി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുക. സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നത് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ നോക്കാം. ലിക്വിഡിറ്റി കൂടുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അഫോർഡബിൾ ആകുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അഫോർഡബിൾ ഓഹരികളിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുമ്പോഴാണ് ലിക്വിഡിറ്റി കൂടുക. എന്നാൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, വില കുറയുമ്പോൾ ലോങ് ടേം നിക്ഷേപകരെക്കാൾ ഷോർട്ട് ടേമിൽ സ്പെക്കുലേഷൻ നടത്തുന്ന ആളുകളാണ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇത് ഓഹരിയിൽ വോളറ്റിലിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ചീപ്പർ റേറ്റിൽ ലഭിക്കുന്നു എന്നതുകൊണ്ട് ഫണ്ടമെന്റൽ നോക്കാതെ ഇത്തരം ഓഹരികളിലേക്ക് നിക്ഷേപകർ ആകർഷിക്കപ്പെട്ടേക്കാം. ഇൻഫോ എഡ്ജിന്റെ കാര്യം നോക്കാം. 99acres.com, jeevansati.com, Naukri പോലുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കമ്പനിയായാണ് ഇൻഫോ എഡ്ജ് പ്രവർത്തിക്കുന്നത്. Shiksha.com എന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ സർവീസുകളും നൽകുന്നുണ്ട്. Naukri.com ആണ് കമ്പനിയുടെ പ്രധാന ബിസിനസ്. ഏകദേശം 74% വരുമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സെഗ്മെന്റിൽ നിന്നുമാണ്. 14% വരുമാനം റിയൽ എസ്റ്റേറ്റ് വെർട്ടിക്കലിൽ നിന്നും 16% മറ്റ് സെഗ്മെന്റുകളിൽ നിന്നുമാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. ഇതുകൂടാതെ സൊമാറ്റോ, പോളിസി ബസാർ പോലുള്ള മറ്റ് കമ്പനികൾ സിഗ്നിഫിക്കന്റ് ആയ നിക്ഷേപവും കമ്പനിക്കുണ്ട്. കമ്പനിയുടെ മറ്റ് സവിശേഷതകൾ നോക്കാം. ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി എന്നതാണ് ഒരു പ്രത്യേകത. കഴിഞ്ഞ 5 വർഷത്തിനിടെ 49.9% CAGR വളർച്ചയാണ് ലാഭത്തിൽ കൈവരിച്ചിരിക്കുന്നത്. മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20% ഉയർന്നിരുന്നു. വരുമാനത്തിൽ 13% വർധനവാണ് ഉണ്ടായത്. ഏർണിംഗ്സ് പെർ ഷെയർ വാർഷികാടിസ്ഥാനത്തിൽ 21% ഉയർന്ന് 20.06 രൂപയായി. എന്നാൽ കൺസോളിഡേറ്റഡ് ടോട്ടൽ ഇൻകത്തിൽ കുറവുണ്ടായതായി കാണാം. ഓഹരിക്ക് ജയം ഫിനാൻഷ്യൽ ഈ അടുത്ത് ബൈ ശുപാർശ നൽകിയിരുന്നു. ടാർഗറ്റ് വില 7,800 രൂപയാണ് നൽകിയിരിക്കുന്നത്. ബ്രോക്കറേജ് കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ ഏർണിംഗ്സ് പെർ ഷെയർ ഈ സാമ്പത്തിക വർഷത്തേക്കുള്ളത് കുറച്ചതായി കാണാം. ബില്ലിംഗ് ഗ്രോത്ത് കുറയുന്നു എന്നതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു മുൻപ് 8,750 രൂപ ടാർഗറ്റ് വിലയായി നൽകിയിരുന്നു. എന്നാൽ ടാർഗറ്റ് വിലയും ജയം ഫിനാൻഷ്യൽ കാര്യമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. 2010-ലും 2012-ലും ബോണസ് ഇഷ്യൂ നൽകിയിട്ടുള്ള കമ്പനി 66 രൂപ ഡിവിഡൻഡായും കഴിഞ്ഞ 3 വർഷത്തിനിടെ നൽകിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ കഴിഞ്ഞ ഒരു മാസമായി 8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 ആരംഭിച്ചതിനു ശേഷം 25% ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഓഹരി നേട്ടം നിലനിർത്തിയിരുന്നു. 2%-ലധികം മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. 9,128 വരെ കുതിച്ച ഓഹരി പിന്നീട് സെല്ലിംഗ് പ്രഷർ നേരിടുകയായിരുന്നു.